കാണിച്ചു കൊടുത്ത സംഗതി അത് ഇങ്ങനെയല്ല എന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ വ്യക്തമാക്കി. പോലീസ് പറഞ്ഞു ഞാൻ ചോദിക്കണത് വെല്ലോരെ പറമ്പിലിട്ട് പണിയാൻ പറ്റുമോ? വെല്ലോരെ പറമ്പ് കൊണ്ട് ഞങ്ങൾ കൗൺസിലേഴ്സാണ്. തീരുമാനത്തിന് പണിയാൻ മുതലാളി പറഞ്ഞ ചേട്ടന് പണിയാൻ പറ്റില്ല. അവിടെ ഇപ്പൊ ഉച്ചയ്ക്ക് ഒന്ന് പണിയിട്ടാന്ന് പറഞ്ഞ് ഞാൻ പണിയില്ല. ഇന്നലെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ പണിതോളാനോ. മൂന്ന് കാർ പാർക്കിംഗ് വരച്ചിരിക്കണില്ല. ആ സ്പേസ് ആണ് നീ നിൽക്കണത്. നീ ഒരു കാർ പാർക്കിംഗ് കാണിച്ചിരിക്കണത് അതിന്റെ ഉള്ളില്. ഇപ്പൊ അവര് ഭക്ഷണം കഴിക്കണതിന്റെ പുറത്ത്. അതാണ് ഈ കാർ പാർക്കിംഗ്. പിന്നെ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ബാക്കിലെ റിയർ യാർഡ് അടച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വരെ ബൗണ്ടറി ഉള്ളത്. അവിടെ മൊത്തം കനാൽപ്പുറം പോക്കാണ്. അല്ല, ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഭക്ഷണം കഴിക്കൊണ്ട് ഇത്ര മര്യാദ പറയണം. അല്ലെങ്കിൽ ഇതാണ് വരാൻ പോകുന്നത്. ഇത് പാർക്കിംഗ്. ഇത് പുറമ്പോക്ക് അതാണ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ പള്ളി സ്റ്റോപ്പിനടുത്ത്, അതായത് നമ്മുടെ എടശ്ശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലൂടെ പോകുന്ന കനാലിൻ്റെ തൊട്ടടുത്ത് പുറമ്പോക്ക് കയ്യേറി ബിൽഡിംഗ് നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം അത് കൗൺസിലിൽ ചർച്ചയായി. കൗൺസിൽ ചർച്ച വന്നതിന് ശേഷം നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തു. അയാൾക്ക് ഇങ്ങോട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നോട്ടീസ് കൊടുത്തു. സത്യത്തിൽ ഇവിടെ ചെയ്തു വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാൾ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. അതുമാത്രമല്ല, ഇന്നലെ ചെയ്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാന കോരി അവിടെ മതിൽ കെട്ടാനായിട്ടുള്ളൊരു പരിപാടി ചെയ്തു. സ്വാഭാവികമായിട്ടും അവിടെ ഏറ്റവും പിറകിലെ വർക്ക്ഷോപ്പിൻ്റെ മതിൽ നിൽക്കുന്ന ഭാഗത്താണ് അതിർത്തി വരുന്നത്. ആ അതിർത്തി വിട്ടിട്ടാണ് വരുന്നത് ചെയ്തത്. ഞാനത് കൗൺസിലറുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കാലത്ത് നഗരസഭാ അധികൃതർ ഇവിടെ വന്ന് ഇയാൾക്ക് നോട്ടീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ സംഗതി പ്രശ്നം ചെന്നു. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഓണറായിട്ടുള്ള പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്ന ഒരു ജാതി നാടകീയ പ്രവർത്തനങ്ങളാണ്. നാടകീയമായ കുറേ കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടും നഗരസഭ ഇന്നലെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇതിൻ്റെ ഈ പുറമ്പോക്ക് കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഷോറൂം സജ്ജമാക്കുകയാണ് ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറി. തീർച്ചയായിട്ടും നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനത്തിന് പുല്ലുവില എന്ന് നട്ടുച്ച പകൽ നഗരസഭ എടുത്ത തീരുമാനത്തിന് പുല്ലുവില എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഇതിൻ്റെ ഉടമ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ചാലക്കുടി പോലൊരു പട്ടണത്തിൻ്റെ കണ്ണായ സ്ഥലത്ത്, അതായത് ഈ കനാലിൻ്റെ സംഭവം, ഒരു കനാലിൻ്റെ രണ്ട് സൈഡിലും ഭൂമി ഉണ്ടാവും, പുറമ്പോക്ക് ഭൂമി ഉണ്ടാവും. അങ്ങനെയായിട്ടാണ് കനാല് പണിയുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിരവധിയായിട്ടുള്ള വീടുകളും സംഭവങ്ങളുണ്ട്. നഗരസഭ ഒരു ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വേണ്ടി, പുതിയ വഴികൾ കിട്ടുന്നതിന് വേണ്ടി ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ ഒഴിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ആ കനാലിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറേ വീടുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുറമ്പോക്കുകൾ കയ്യേറി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകളെ, ഇത് ഇയാൾ മാത്രമല്ല, ഈ നഗരസഭയിൽ ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നഗരസഭ ഇത്തരത്തിൽ പാർക്കിംഗ് ഏരിയകളും അതുപോലെ തന്നെ പുറമ്പോക്ക് ഭൂമികളും കയ്യേറി ഇമാതിരി പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൂച്ചുവില നൽകണം. കുറച്ച് നാളുകൾക്ക് മുന്നാണ് സോൾബി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഭൂമി പുറമ്പോക്ക് താമസിച്ചിരുന്നത്. പോലീസ് റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ധനാടിന് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് വഴി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുറമ്പോക്ക് ഒഴിപ്പിക്കുന്നതിന് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ കുട്ടികൾ, ആ കുടുംബത്തിലെ 2 പെൺകുട്ടികൾ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്താണ് JCB കൊണ്ടുവന്ന് ആ വീട് അപ്പാടെ പൊളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചാലക്കുടി നഗരസഭയിൽ നടന്നില്ല. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നേരെയുള്ള ഇത് മാത്രമല്ല, ഇത്തരത്തിൽ നഗരസഭയുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ വരാൻ പോകുന്ന ഭാവി കണ്ട് നഗരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ട് ഈ കനാൽ പുറമ്പോക്കുകൾ കയ്യേറി ഇതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്ന ആളുകളെ മൂക്കുകയറിടാൻ വേണ്ടിയിട്ടാണ് ചാലക്കുടി നഗരസഭ അധികൃതർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്.
ചെയർപേഴ്സൺ അടക്കം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ അതുപോലെ തന്നെ കൗൺസിലർമാർ എല്ലാവരും ഉണ്ട്. അവരൊറ്റ ഘട്ടത്തിൽ പറഞ്ഞ് പണി അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ ചാലക്കുടി നഗരസഭയുടെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതിനിടയിൽ തൊഴിലാളികൾ പറയുന്നത് ഞങ്ങളുടെ മുതലാളി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പരിപാടി നടത്തുന്നത്, അത് മുതലാളി പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത്. ആരാണ് ഈ മുതലാളി? കൗൺസിലർമാർ എന്തായാലും ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ പുറമ്പോക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത്. എത്ര പ്രാവശ്യം അറിയോ മാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ല എന്നിട്ട് നിങ്ങൾ ധിക്കാരാണ്. ആ ധിക്കാരത്തിന് ഞങ്ങളെല്ലാവരും കൂടി വന്നു. ആള് പറയുന്നത് ഞങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ